ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വേഗത്തിൽ കുറ്റപത്രം നൽകാൻ SIT അന്വേഷണം തുടങ്ങി 3 മാസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതിനാൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിത്തുടങ്ങിയതോടെയാണ് നടപടികൾ വേഗത്തിലാക്കുന്നത്. ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ VSSയുമായി വീണ്ടും കൂടിയാലോചന നടത്തി ഫെബ്രുവരി 15 മുൻപ് കുറ്റപത്രം നൽകാനാണ് നീക്കം. ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ ED ഉടൻ സമൻസ് നൽകും. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും ജാമ്യം ലഭിച്ച മുരാരി ബാബു ഇന്നലെ ജയിൽ മോചിതനായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഒരു കേസിൽ ജാമ്യം ലഭിച്ചു. മറ്റുള്ളവരും ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഇതോടെയാണ് അടുത്ത മാസം 15-ാം തീയതിക്കകം കുറ്റപത്രം നൽകാനുള്ള SIT ആലോചന. ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണ്ണമോഷണ കേസിലാവും ആദ്യം കുറ്റപത്രം നൽകുക. ഇതുവരെയുള്ള കണ്ടെത്തലുകൾ ചേർത്ത് ആദ്യഘട്ട കുറ്റപത്രം നൽകാനാണ് നീക്കം. ഇതിനു മുന്നോടിയായി ശാസ്ത്രീയ പരിശോധനാ ഫലത്തെക്കുറിച്ച് VSSയിലെ ഉദ്യോഗസ്ഥരുമായി ഉടൻ ചർച്ച നടത്തും. ഇതുവഴി നഷ്ടമായ സ്വർണത്തിന്റെ അളവിൽ വ്യക്തത വരുത്താനാകും എന്നാണ് കരുതുന്നത്. അതിനുശേഷം 9-ാം തീയതി ഹൈക്കോടതിയിൽ നൽകുന്ന ഇടക്കാല റിപ്പോർട്ടിൽ കുറ്റപത്രം നൽകാനുള്ള താൽപര്യം അറിയിക്കും. കോടതി അനുവദിച്ചാൽ ആദ്യഘട്ട കുറ്റപത്രം നൽകും. കുറ്റപത്രം നൽകിയാലും ഗൂഢാലോചന കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരും. അതേസമയം മുരാരി ബാബുവിനായി ED നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യാൻ ED ഉടൻ സമൻസ് അയക്കും. മുരാരി ബാബുവിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് പുതിയ നീക്കം. സ്വർണം ചെമ്പാക്കി രേഖപ്പെടുത്തിയതിന് നിർണായക രേഖകൾ റെയ്ഡിനിടെ EDക്ക് ലഭിച്ചിരുന്നു. മറ്റു പ്രതികളുടെ ED ചോദ്യം ചെയ്യലും ഉടനുണ്ടാകും. 24 കൊച്ചി, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.